പഴയ നിയമത്തിൽ തോബിത്തിന്റെ കൂടെ തോബിയാസ് അറിയാലോ, തോബിത്തിന്റെ മകൻ തോബിയാസിന്റെ കൂടെ റഫായേൽ മാലാഖ. ഒരു സംഭവം ഉണ്ട്, നമുക്കെല്ലാം മാലാഖമാരുണ്ട് കേട്ടോ, കവൽ മാലാഖമാരുണ്ട്. മനുഷ്യന് മാത്രം കിട്ടുന്ന ദൈവത്തിന് കൊടുത്ത ദാനമൊക്കെയാണ്. മനുഷ്യൻ ദൈവത്തിന്റെ മക്കളാണ്. ദൈവമക്കളായി നമുക്ക് എപ്പോഴും ഒരു ദൈവദൂതൻ, അത് ഭൂമിയിലെ ദൈവദൂതനല്ല, ഒറിജിനൽ ദൈവസ്വർഗത്തിലെ ദൈവദൂതനുണ്ട്. ആ ദൈവദൂതൻ നമ്മളെ സഹായിക്കണമെന്ന് അത് നമ്മൾ ആ ഒരു ഹോളിനെസ് കൂട്ടിക്കുക. നിങ്ങൾ വിശുദ്ധി പാലിക്കുക, വിശ്വാസത്തിന്റെ ജീവിതം ശരിയും കൂടെ പ്രാർത്ഥിക്കുക. ധ്യാനം കൂടാനൊക്കെ വരുമ്പോൾ നിങ്ങൾ കൂടുതൽ ഹോളിനെസ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ധ്യാനപ്പെടുത്തി ഈ ആലയത്തിൽ ഈശോ കൊടുക്കുന്ന ഏറ്റവും വലിയ കൃപ വിശുദ്ധിയാണ്. ഞാൻ ഇവിടേക്ക് വരുമ്പോഴും വിശുദ്ധി പാലിക്കാൻ വേണ്ടി. വിശുദ്ധിയിലോട്ട് വരുമ്പോൾ പിന്നെ അവിടെ ബന്ധനം അഴിഞ്ഞു, മാവയുടെ കെട്ടഴിഞ്ഞ് മുഴുവൻ ബന്ധനം അഴിഞ്ഞു. എനിക്ക് വിശുദ്ധെല്ലാം കാണിച്ചു തരാം കേട്ടോ. ഒരുപാട് അനുഭവമാണ്, ഒരുപാട്. ചിലത് പൈശാചികത ബന്ധിക്കണ്ടെന്ന് പറയും, കാരണം അത് സമയമായില്ലെന്ന്. ചിലത് അനുവദിക്കും. ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഞാൻ എല്ലാം ഒന്നും പറയാറില്ല, 1% പോലും ആരോടും പറഞ്ഞിട്ടില്ല, എൻ്റെ കൂടെയുള്ളവർ പോലും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാൻ പറ്റുന്ന കാര്യമല്ല, പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന, പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റുന്ന കാര്യമല്ല. ചില വീടുകളൊക്കെ ഉള്ള പൈശാചികതയുടെ വിട്ടുപോകണം. പ്രാർത്ഥന അവിടെ ഒരു അന്ധകാരം വരാൻ കാരണം എന്നാ നമ്മൾ കണ്ടുപിടിക്കണം. നമുക്കെതിരെ ഒരു അന്ധകാരം വരാനുള്ള കാരണം അത് കണ്ടുപിടിക്കണം. അത് ഒന്നെങ്കിൽ നമ്മൾ ഹെസക്കിയാണോ മനാസയാണോ നോക്കിയാൽ മതി. മനാസയുടെ അവൻ ചെയ്ത പരിപാടി എന്നറിയോ? അവൻ രാജാവായി കഴിഞ്ഞ ഉടനെ അവന് ഈ ഹെസക്കിയയുടെ കാഴ്ചപ്പാടൊക്കെ മാറി. ഇവൻ പറഞ്ഞു, നമുക്ക് നാട്ടില് എല്ലാവരെയും ബഹുമാനിക്കണം, എല്ലാ ദേവന്മാരും ദേവതകളും വേണം. അതുകൊണ്ട് അവന് എല്ലാവർക്കും, അവിടെ വിജാതിരുണ്ട്, അവർക്കെല്ലാം ഓരോരുത്തർക്കും ഓരോ പൂജാഗിരികളും ആലയങ്ങളും ഒക്കെ പണിത് കൊടുക്കുന്ന കാണാൻ പറ്റും. പ്രസലോഷ് അതോടെ ഇവൻ ജനത്തിനിടെ ഭിന്നതയായി. അവന്റെ കാലത്ത് തന്നെ പലതവണ വലിയ അനർത്ഥങ്ങളുണ്ടാകും, അപകടങ്ങളുണ്ടാകും, ശത്രുക്കൾ ആക്രമിക്കും, തകർച്ചയുടെ പ്രശ്നം വരുമ്പോൾ ദൈവത്തേക്ക് വിളിക്കാൻ ചെയ്യും. പക്ഷെ മുഴുവൻ പ്രോബ്ലം, മൊത്തം പ്രശ്നം. അവസാനം ഈ കർത്താവിന്റെ പ്രവാചകന്മാരുടെ അടുത്ത് ചെല്ലും. പക്ഷെ ഒരിടത്തും കിട്ടുന്നില്ല. കർത്താവിന്റെ പ്രവാചകൻ ഇവന്റെ ഉത്തരം കിട്ടുന്നത് എല്ലായിടത്തും. അതിന് ദൈവശാസ്ത്രജ്ഞന്മാർ എഴുതിയിരിക്കുന്ന മനോഹരമായ കൺക്ലൂഷനുണ്ട് ഈ മനാസയെക്കുറിച്ച്. പല ദൈവങ്ങളുടെ പിന്നാലെ പോയവന് അവസാനം ഒരു ദൈവവും ഇല്ലായിരുന്നു. 1-ാം പ്രമാണം ഭയങ്കരമാണ്. ഫസ്റ്റ് കമാൻഡ്മെന്റ് വയലേഷൻ ഒട്ടും പാടില്ല. ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്, ഞാനല്ലാതെ വേറൊരു ദൈവം നിനക്കുണ്ടാകും. അത് മാറി